ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു നാടൻ പച്ചമാങ്ങ കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു നാടൻ ഒഴിച്ചുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. മാങ്ങാക്കറി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഓരോന്നും വലിപ്പത്തിനനുസരിച്ച് 2-3 കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായി 3 പച്ചമുളകാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കണ്ട. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാങ്ങാ കഷ്ണങ്ങളൊക്കെ മൂടി നിൽക്കുന്ന ഒരു രീതിയിൽ നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മാങ്ങയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങ ഉള്ളിയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അതിനി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഒരല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റി മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിക്കുമ്പോഴത്തേക്ക് നന്നായി മുറിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ അരപ്പ് ഈ കറിയിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരപ്പരച്ച മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇത് തണുക്കുമ്പം കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവുന്ന കറിയാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം കൂടി വെള്ളം നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസാക്കരുത്. 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ തേങ്ങ അരപ്പൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പൊക്കെ വെന്ത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ചൂടായ തടുക്ക പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ജീരകവും പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കിത് കറിയിലേക്ക് താളിപ്പൊഴിച്ചു കൊടുക്കുക. കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾക്കൊന്ന് ഇതേപോലെ തന്നെ അനക്കാതെ ഒന്ന് മൂടി വെക്കണം. ആ സമയം കൊണ്ട് ഈ താളിപ്പിന്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായി ഇറങ്ങി കിട്ടും. അതിനുശേഷം നമ്മൾക്ക് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. 10 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഊണ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയാവും, അത്രയ്ക്കും ടേസ്റ്റ് ആണ്.